ആകാശവാണി വാർത്താവീക്ഷണം. പാവപ്പെട്ട രാജ്യങ്ങൾക്ക് വാക്സിൻ വാഗ്ദാനം. ചൈനയെ പ്രതിരോധിക്കാനുറച്ച് G7 ഉച്ചകോടി. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. 100 കോടി ഡോസ് കോവിഡ് വാക്സിൻ ദരിദ്ര വികസ്വര രാജ്യങ്ങളിൽ വിതരണം ചെയ്യാനും കോർപ്പറേറ്റ് നികുതിയിൽ മാറ്റം വരുത്താനും G7 രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടിയിൽ തീരുമാനം. അവികസിത രാജ്യങ്ങളെ കടക്കിണിയിലേക്കും രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും തള്ളിവിടുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് ബദൽ സംവിധാനത്തിനും ഉച്ചകോടിയിൽ അംഗീകാരം. സാമ്പത്തിക വളർച്ചയ്ക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന പ്രതിജ്ഞയോടെ ഈ വർഷത്തെ ഗ്രൂപ്പ് ഓഫ് 7 രാജ്യങ്ങളുടെ ഉച്ചകോടി സമാപിച്ചു. ബ്രിട്ടനിൽ ജൂൺ 11 ആരംഭിച്ച 3 ദിവസത്തെ മുൻനിര വ്യവസായ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടിക്ക് ഏറെ പ്രത്യേകതയുണ്ടായിരുന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്ര നേതാക്കൾക്ക് വേദി പങ്കിടാൻ അവസരം ലഭിച്ച ഉച്ചകോടിയായിരുന്നു ബ്രിട്ടനിലേത്. അധികാരമേറ്റ ശേഷം US പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് പങ്കെടുക്കുന്ന ആദ്യത്തെ രാജ്യാന്തര സമ്മേളനം എന്ന പ്രത്യേകതയും ഈ വർഷത്തെ ഉച്ചകോടിക്കുണ്ടായിരുന്നു. കോവിഡിന്റെ അടച്ചുപൂട്ടലുകൾക്ക് ശേഷം ലോകം ജീവിതതാളം വീണ്ടെടുക്കുന്നതിന്റെ സൂചന ഉച്ചകോടിയിൽ പ്രകടമായി കണ്ടതാണ് സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത. കോവിഡും കാലാവസ്ഥാ വ്യതിയാനവുമായിരുന്നു ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. തെക്കുപടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ കാർബിസ് ബേയിലെ മനോഹരമായ കടൽത്തീരത്താണ് ഉച്ചകോടിക്ക് വേദി സജ്ജമാക്കിയത്. US, UK, ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ. ഇതിനു പുറമെ ഇന്ത്യ, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഈ വർഷത്തെ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു. രാജ്യത്തെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട 3 സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുത്തു സംസാരിച്ചു. കോവിഡ്-19 ശേഷമുള്ള പുനർനിർമ്മാണം എന്ന വിഷയത്തിലാണ് ആദ്യ ചർച്ച നടന്നത്. G7 രാഷ്ട്രങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന കോവിഡ് വാക്സിൻ അടിയന്തരാവശ്യമുള്ള മറ്റു രാഷ്ട്രങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന നിർദ്ദേശം ഉച്ചകോടിയിൽ ഉയർന്നു. 2022 കോവിഡ് നിയന്ത്രണം ലക്ഷ്യമിട്ട് ലോകവ്യാപകമായി 100 കോടി വാക്സിൻ നൽകാൻ ഉച്ചകോടിയിൽ രാഷ്ട്രത്തലവന്മാർ തീരുമാനമെടുത്തു. ദരിദ്ര വികസ്വര രാജ്യങ്ങൾക്കാണ് ഈ വാക്സിൻ വിതരണം ചെയ്യുന്നത്. 100 കോടി ഡോസ് വാക്സിനിൽ 50 കോടിയും നൽകുന്നത് അമേരിക്കയാണ്. ഇതിന്റെ ആദ്യഘട്ടമായി 8 കോടി ഡോസ് വാക്സിൻ ജൂൺ അവസാനത്തോടെ അർഹരായ രാജ്യങ്ങൾക്ക് ലഭ്യമാക്കും. മഹാമാരിയെ വേരോടെ പിഴുതെറിയാൻ G7 രാജ്യങ്ങൾ അഭിമാനാർഹമായ പങ്കുവഹിക്കണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് 10 കോടി ഡോസ് വാക്സിൻ ലോകത്തിന് സംഭാവന ചെയ്യുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വ്യക്തമാക്കി. വാക്സിൻ സഹായ കൂട്ടായ്മയിൽ ഫ്രാൻസിന്റെ വിഹിതം 10 കോടിയായിരിക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഉറപ്പു നൽകി. ആഗോള വാക്സിനേഷൻ ദീർഘകാലത്തേക്കുള്ള തുടർ പ്രക്രിയയാണെന്നും ബൈഡൻ ഉച്ചകോടിയിൽ വ്യക്തമാക്കി. അതേസമയം 100 കോടി വാക്സിൻ കൂടി ലോകത്തിന് വിതരണം ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ജോ ബൈഡൻ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. കോവിഡ് വൈറസിന്റെ ഉറവിടത്തെക്കുറിച്ച് വിദഗ്ധ സമിതിയെക്കൊണ്ട് സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും നേതാക്കൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. ചൈനയെ കുറ്റപ്പെടുത്തുന്ന ചർച്ചകൾക്ക് പ്രാധാന്യം ലഭിച്ചു എന്നതാണ് ഈ വർഷത്തെ G7 ഉച്ചകോടിയെ ശ്രദ്ധേയമാക്കിയത്. വികസിത ലോകത്ത് ചൈനീസ് കടന്നുകയറ്റം തടയുന്നതിനായി അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾക്ക് ജനാധിപത്യ സഖ്യങ്ങൾ പിന്തുണ നൽകണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഉച്ചകോടിയിൽ പറഞ്ഞു. ചൈനയിൽ ഉയ്ഗർ മുസ്ലിങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ G7 രാജ്യങ്ങളിലെ നേതാക്കൾ പ്രതികരിക്കണമെന്നും ബൈഡൻ വ്യക്തമാക്കി. ചൈനയിലെ നിർബന്ധിത ജോലിക്കും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും മറ്റു മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ഉച്ചകോടി സംയുക്ത പ്രസ്താവന ഇറക്കണമെന്ന ബൈഡന്റെ ആഹ്വാനത്തോട് ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പൂർണ്ണ പിന്തുണ നൽകി. ചൈനയെ ആശ്രയിച്ചുള്ള വിപണിയിൽ നിന്ന് പുറത്തുകടക്കാൻ ബ്രിട്ടൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ചൈനയോട് മൃദു സമീപനം സ്വീകരിച്ചിരുന്ന യൂറോപ്യൻ യൂണിയനും നയത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ചൈനയിലെ സിൻജിയാൻ പ്രവിശ്യയിലെ മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ പേരിൽ ചില ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക വൻകരകളിലെ രാഷ്ട്രങ്ങളിൽ ആധിപത്യമുറപ്പിക്കാനുള്ള ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദൽ സംവിധാനവും G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ധാരണയായി. മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്നതും സുതാര്യവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ പദ്ധതിയാണ് G7 രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ പദ്ധതി. ചൈനയെ പരോക്ഷമായി കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയുമായിരുന്നു ഈ തീരുമാനത്തിലൂടെ G7 രാജ്യങ്ങൾ. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് പകരം G7 കൂട്ടായ്മ നടപ്പിലാക്കാൻ ലക്ഷ്യമാക്കുന്നത് US പ്രസിഡന്റ് ജോ ബൈഡന്റെ സ്വപ്ന പദ്ധതിയായ ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് അഥവാ B3W ആണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ ബൈഡൻ മുന്നോട്ട് വച്ച വികസന അജണ്ടയായിരുന്നു B3W.
വികസ്വര ദരിദ്ര രാജ്യങ്ങളെ കൂട്ടിയിണക്കുന്ന ഈ പദ്ധതി അമേരിക്ക മുൻകൈയെടുത്ത് നടപ്പിലാക്കാനും തീരുമാനമായി. 2013 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തുടക്കമിട്ടതാണ് ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും നീളുന്ന വികസന പദ്ധതി. റോഡ്, റെയിൽ, തുറമുഖം തുടങ്ങിയവയുടെ വികസനത്തിനാണ് ചൈന പണം അനുവദിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനൊപ്പം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഈ രാജ്യങ്ങളിൽ വിറ്റഴിക്കാൻ ചൈനയ്ക്ക് സാധിച്ചു. കടം കൊടുത്ത് കെണിയിൽപ്പെടുത്തുന്ന പദ്ധതിയാണിതെന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. പണം തിരിച്ചു നൽകാനാവാതെ ഈ രാജ്യങ്ങൾ ചൈനയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും. ചൈനയുടെ ഈ കടക്കെണി നയതന്ത്രത്തിന് മറുപടി നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് G7 ഉച്ചകോടിയിൽ പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചത്. ചൈനയുടെ ഈ ഇടനാഴി പദ്ധതിയിൽ ഇന്ത്യ ഭാഗമായിട്ടില്ല എന്ന് മാത്രമല്ല, ചൈനയുടെ മനസ്സിലിരിപ്പ് ലോകവേദികളിൽ തുറന്നുകാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ 2ാം തരംഗത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയുടെ വെർച്വൽ ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ആഗോള ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമത്തിന് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു. ആഗോള പുനരുജ്ജീവനത്തിനും ഭാവിയിലുണ്ടായേക്കാവുന്ന മഹാമാരികളിൽ നിന്നുള്ള സംരക്ഷണത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. കോവിഡ് വാക്സിനുകളുടെ പേറ്റന്റ് നിബന്ധനകൾ ഒഴിവാക്കാൻ G7 രാഷ്ട്രങ്ങൾ ഇടപെടണം. കൂടാതെ ഒരു ലോകം ഒരു ആരോഗ്യം എന്ന സമീപനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നത്. ഫ്രാൻസിൽ നടന്ന ഉച്ചകോടിയിലും മോദി സംസാരിച്ചിരുന്നു. കൂട്ടായ്മയുടെ ഗുഡ്വിൽ പാർട്ണർ എന്ന സ്ഥാനം നൽകിയാണ് അന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വാക്സിൻ ഉൽപാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റു ഘടകങ്ങളും വേണ്ടത്ര ലഭ്യമാക്കാൻ വിതരണ ശൃംഖലകൾ എപ്പോഴും തുറന്നുവയ്ക്കാനുള്ള അപേക്ഷ സ്വീകരിച്ചതിലും വിപുലമായ പിന്തുണ നൽകിയതിലും പ്രധാനമന്ത്രി സുഹൃത്ത് രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ചു. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ബൗദ്ധിക സ്വത്തവകാശം ഒഴിവാക്കണമെന്ന് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ലോക വ്യാപാര സംഘടനയോട് ആവശ്യപ്പെട്ടതിനെ G7 രാജ്യങ്ങൾ പിന്തുണയ്ക്കണമെന്നും നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. കോവിഡ് പോരാട്ടത്തിൽ ഭരണകൂടം, വ്യാവസായിക മേഖല, പൊതുസമൂഹം എന്നിവയുടെ കൂട്ടായ പ്രവർത്തനം ഇന്ത്യക്ക് കരുത്തായി എന്ന് നരേന്ദ്രമോദി ഉച്ചകോടിയിൽ അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യവും അനുഭവജ്ഞാനവും മറ്റു വികസ്വര രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് ബാധിതരുടെ സമ്പർക്കം കണ്ടെത്താനും വാക്സിൻ വിതരണത്തിന്റെ ഏകോപനത്തിനും ഡിജിറ്റൽ മാധ്യമങ്ങൾ ഇന്ത്യ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയതായും നരേന്ദ്രമോദി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനായി ഫോസിൽ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നതിന് കർശന നിയന്ത്രണം കൊണ്ടുവരാനും ഉച്ചകോടിയിൽ തീരുമാനമായി. കാർബൺ ബഹിർഗമനം നിയന്ത്രിക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതുവരെ കൽക്കരി നിലയങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാനും G7 രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു. ലോകത്ത് ഏറ്റവും അധികം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന ഇന്ധനമായ കൽക്കരിയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം വന്നാൽ ഭൂമിയെ സംരക്ഷിക്കാനുള്ള പ്രധാന ചുവടുവയ്പായിരിക്കും. അതിന് മുന്നോടിയായി വികസ്വര രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന കൽക്കരിപ്പാടങ്ങൾ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കാനും ധാരണയായി. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാനും തീരുമാനിച്ചു. ആഗോള സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്ന വിഷയത്തിലും ലോക നേതാക്കൾ ചർച്ച നടത്തി. നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ വൻകിട കോർപ്പറേറ്റുകൾ നൽകുന്ന സൂത്രപ്പണി അവസാനിപ്പിക്കാൻ G7 രാഷ്ട്രത്തലവന്മാരുടെ യോഗത്തിൽ തീരുമാനമായി. ബഹുരാഷ്ട്ര കമ്പനികൾക്ക് അവ പ്രവർത്തിക്കുന്ന രാജ്യത്ത് കുറഞ്ഞത് 15% നികുതി ഏർപ്പെടുത്താനാണ് തീരുമാനം. ഇന്റർനെറ്റ് അധിഷ്ഠിതമായി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വിവിധ രാജ്യങ്ങളിൽ നികുതി ചുമത്തുന്നത് എങ്ങനെ എന്നതിലും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അമേരിക്കയാണ് അടുത്തിടെ 15% നികുതി എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അതിനിടെ ഉച്ചകോടിക്ക് മുൻപ് നടന്ന ആരോഗ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ വാക്സിൻ പാസ്പോർട്ട് ഏർപ്പെടുത്താനുള്ള നീക്കത്തെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു. വികസ്വര രാജ്യങ്ങൾ ഇപ്പോഴും വാക്സിനേഷന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുമ്പോൾ വാക്സിൻ പാസ്പോർട്ട് എങ്ങനെ പ്രായോഗികമാകും എന്ന ചോദ്യമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ഉന്നയിച്ചത്. ഇതേസമയം G7 പ്രഖ്യാപനം തുടക്കം മാത്രമേ ആകുന്നുള്ളൂവെന്നും വാക്സിനേഷൻ ഉറപ്പാക്കുന്നതിൽ സമ്പന്ന രാഷ്ട്രങ്ങൾ ഇനിയും പലതും ചെയ്യാനുണ്ടെന്നും രാജ്യാന്തര നാണയനിധി മേധാവി ക്രിസ്റ്റലീന ജോർജീവയും ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അധാനവും പറഞ്ഞു. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. പാവപ്പെട്ട രാജ്യങ്ങൾക്ക് വാക്സിൻ വാഗ്ദാനം. ചൈനയെ പ്രതിരോധിക്കാൻ ഉറച്ച് G7 ഉച്ചകോടി.